അവൾ വിമാനം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ എൻ്റെ സ്വഭാവത്തെപ്പറ്റി പരാതിപ്പെടുന്നു. അവൾ വന്നെത്തിക്കഴിഞ്ഞാൽ അച്ഛൻ്റെ മരണപത്രം മാറ്റി എഴുതുമെന്ന് എനിക്ക് തോന്നുന്നു. നിനക്കൊരായുഷ്കാലം സുഖിച്ചു കഴിയാനുള്ള സ്വത്ത് ഞാൻ തന്നു കഴിഞ്ഞു. പോരാത്തതിന് എൻ്റെ ഫാക്ടറിയിൽ നീ ഓഹരിക്കാരിയാണ്, ഡയറക്ടറും. അവളെ എൻ്റെ വീട്ടിൽ താമസിപ്പിച്ചതുകൊണ്ട് നിനക്ക് മൂർത്തിക്കും ഒരു നഷ്ടവും വന്നു ചേരില്ല. മനോമിയെയും ഞാൻ അന്തസ്സായി വിവാഹം ചെയ്തു കൊടുക്കും. അവളും ഒരുത്തൻ്റെ കൂടെ സുഖമായി ജീവിക്കും. അച്ഛനൊന്നും അറിയാതെ കുഞ്ഞുങ്ങളെ പോലെയാണല്ലോ സംസാരിക്കുന്നത്. മനോമി ഒരു സിംഹളക്കാരിയല്ലേ? അവളെ ഏത് തമിഴനാണ് വിവാഹം ചെയ്യുക? അച്ഛൻ എത്ര കൈക്കൂലി കൊടുത്താലും അവൾക്ക് വിവാഹം നടക്കില്ല. ഒരു ശകുനപ്പിഴ പോലെ അവൾ അച്ഛൻ്റെ വീട്ടിൽ അവശേഷിക്കും. ഛേ, ശകുനപ്പിഴയോ? ഒരിക്കലുമല്ല. അവൾ മഹാലക്ഷ്മിയെ പോലെ വാഴും. അവളുടെ അമ്മ എൻ്റെ ഭാഗ്യലക്ഷ്മിയായിരുന്നു. അവരുടെ ഔദാര്യത്താൽ ഞാൻ ധനികനായി. മനോമിയെ സുന്ദരത്തിന് വിവാഹം ചെയ്തു കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അവൾ എൻ്റെ വീട്ടിൽ തന്നെ വാഴുമല്ലോ. അനുജൻ്റെ ഭാര്യയായി കഴിഞ്ഞാൽ പിന്നീട് നീ അവളെ വെറുക്കുകയില്ല. അച്ഛൻ സ്വബോധത്തോടെയാണോ ഈ അസംബന്ധം പുലമ്പുന്നത്? അഭിമാനിയായ എൻ്റെ തമ്പി ശ്രീലങ്കയിൽ പോരാടുവാനായി പുലികൾക്ക് പണം ശേഖരിച്ചു കൊടുത്ത തമ്പി തമിഴരുടെ ജന്മശത്രുക്കളായ സിംഹളരുടെ ഇടയിൽ നിന്നൊരു സ്ത്രീയെ വിവാഹം കഴിക്കുകയെ? അച്ഛന് ഭ്രാന്തുണ്ടാ? തമ്പി മനോമിയെ കൊല്ലാതിരുന്ന ഭാഗ്യം. ഓ, അവളുടെ മുഖത്ത് നോക്കാൻ കൂടി തമ്പി വിസമ്മതിക്കും. സിംഹളക്കാർ തമിഴരുടെ ജന്മശത്രുക്കളായത് എന്നു മുതൽക്കാണ്? ഞാൻ ലങ്കയിൽ താമസിച്ചിരുന്നപ്പോൾ സിംഹളക്കാർ എൻ്റെ മിത്രങ്ങളായിരുന്നു. എൻ്റെയൊപ്പം തൈപ്പൂയം നാളിൽ അവർ മുരുകൻ്റെ ക്ഷേത്രത്തിൽ പ്രാർത്ഥനയ്ക്കായി വന്നിരുന്നു. പേശാക് കൊണ്ടാടുമ്പോൾ ഞാൻ കലൈനിയയിലെ ബുദ്ധവിഹാരത്തിലെത്തി കിടക്കുന്ന അതികായനായ പ്രതിമയ്ക്ക് മുമ്പിൽ താമരപ്പൂക്കൾ വെച്ചിരുന്നു. നീയും നിന്റെ സഹോദരന്മാരും സിംഹളക്കാരുടെ സംരക്ഷണത്തിലാണ് വളർന്നത്. നിങ്ങളെ 3 പേരെയും കുളിപ്പിക്കുകയും ഊട്ടുകയും താരാട്ട് പാടി ഉറക്കുകയും ചെയ്തിരുന്ന കാന്തിഹാമി എന്ന ആയയെ നീ മറന്നുവോ? നിനക്ക് മഞ്ഞക്കാപില ബാധിച്ചപ്പോൾ അവർ ഉറക്കമൊഴിച്ച് നിന്റെ കട്ടിലിൻ്റെ കാൽക്കൽ ഇരുന്നിരുന്നതും നീ മറന്നുവോ? രാജമ്മ നിന്നെ പരിചരിക്കാൻ വന്നപ്പോഴൊക്കെ നീ കാന്തിഹാമിക്ക് വേണ്ടി കരഞ്ഞു. വിശാഖ വിദ്യാലയത്തിലല്ലേ നീ പഠിച്ചത്? നിന്റെയും സഹോദരന്മാരുടെയും ട്യൂഷൻ മാസ്റ്റർ ധർമ്മബന്ധു, അയാളെയും നീ മറന്നുവോ? ധർമ്മബന്ധു മഹാത്യ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് നീ അയാളുടെ പിന്നാലെ ഓടിയിരുന്നത് ഞാൻ ഇന്നും ഒരു വർണ്ണചിത്രം എന്ന പോലെ മനസ്സിൽ കാണുന്നു. നമ്മുടെ അയൽക്കാരി പുണ്യകാന്തി നിനക്കായി കിരിബാത്ത് ഉണ്ടാക്കിക്കൊണ്ട് വന്നിരുന്നതും നീ മറന്നുവോ? അയ്യോ രൂപ, മറ്റാര് പറഞ്ഞാലും ഞാൻ സഹിക്കാം. പക്ഷേ നീ സിംഹളക്കാരെ ജന്മശത്രുക്കൾ എന്ന് വിളിക്കുന്നത് കേൾക്കാനുള്ള ശക്തി എനിക്കില്ല. യാത്രക്കാർ ഇറങ്ങി തുടങ്ങി. മൂർത്തി ഞങ്ങളെ ഓർമ്മപ്പെടുത്തി. അയാൾ അഴിയെറിഞ്ഞ വാതിലിനടുത്തേക്ക് ഓടി. മൂർത്തി എന്തിനാണ് മുമ്പിലേക്ക് ഓടുന്നത്? അയാൾക്ക് മനോമിയെ കണ്ടാൽ മനസ്സിലാവില്ല, ഞാൻ പറഞ്ഞു. വിമാനത്തിൽ നിന്ന് ഇറങ്ങിയ സ്ത്രീകൾ തങ്ങളുടെ സാരിയുടെ വക്കുകൾ കാറ്റിൽ പറക്കാതിരിക്കാൻ അവ കൂട്ടിപ്പിടിച്ചും ഇടയ്ക്ക് കുനിഞ്ഞും നടന്നു. കാൽമുട്ടുകൾ മാത്രം മറയ്ക്കുന്ന നീല ഡ്രസ്സ് ധരിച്ച ഒരു യുവതി ഞങ്ങളുടെ നേർക്കു നോക്കി. അവളാവണം മനോമി. ഡ്രസ്സ് ധരിച്ചെങ്കിലും പഴയ മട്ടിൽ മുടി മെടഞ്ഞിട്ടവൾ, മൂർത്തി പറഞ്ഞു. അവൾ തീർച്ചയായും ഇന്ത്യക്കാരിയല്ല, രൂപ പറഞ്ഞു. മനോമി, ഞാൻ വിളിച്ചു. എൻ്റെ സ്വരം കരടുകലർന്ന ഒരു പരുക്കൻ സ്വരമായി മാറിയിരുന്നു. നീലക്കുപ്പായമിട്ട സ്ത്രീ എൻ്റെ നേർക്ക് പുഞ്ചിരി തൂകി. റെയിലിങ്ങിൻ്റെ മറുവശത്തു തന്നെ നിന്നുകൊണ്ട് അവൾ എൻ്റെ കവിളത്ത് ചുംബിച്ചു. അമ്മാമാ, നിങ്ങൾക്ക് എങ്ങനെ എന്നെ മനസ്സിലായി? അവൾ ചോദിച്ചു. രൂപ അവളുടെ നഗ്നങ്ങളായ കണങ്കാലുകളെ നോക്കി പൂരികം ചുളിക്കുന്നത് കണ്ടിട്ടാവണം, മനോമി പറഞ്ഞു. സാരിയും ഉടുത്ത് ഒരു ഇന്ത്യക്കാരിയായി കട്ടുനായക്ക വിമാനത്താവളത്തിലേക്ക് പോവാൻ വിഷമമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഡ്രസ്സ് ധരിച്ചത്. ഈ നീല ഡ്രസ്സ് നിനക്ക് നല്ല ചേർച്ചയുണ്ട്, ഞാൻ അവളുടെ കവിളത്ത് ഒരിക്കൽ തടവിക്കൊണ്ട് പറഞ്ഞു. നീ എത്ര വളർന്നിരിക്കുന്നു! കണ്ടാൽ പുണ്യകാന്തിയുടെ തനിച്ചായ. ആ നിറം, ആ ഉയരം, ആ തലയെടുപ്പ്. മനോമിക്ക് അവളുടെ അമ്മയുടെ നിറമില്ല എന്നാണല്ലോ അച്ഛൻ പറഞ്ഞിരുന്നത്, രൂപ എന്നോട് ചോദിച്ചു. കുട്ടിക്കാലത്ത് മനോമിക്ക് ഇത്ര നിറം ഉണ്ടായിരുന്നില്ല, ഞാൻ പറഞ്ഞു. പേടിച്ചു വിളർത്തതാണ് മാമ, അവൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിസാം കെ.
1987 ജൂലൈ 19 എൻ്റെ ബാല്യകാല സഖിയായ മനോമി ഇന്ത്യക്ക് യാത്ര തിരിച്ചു. വിമാനത്താവളത്തിലേക്ക് അവൾ അറിയാതെ ഞാൻ പോയി. യാത്രക്കാരുടെ ലൗഞ്ചിൽ ചുവന്ന ഒരു കസേരയിൽ അവൾ ഏകാകിനിയായി ഇരിക്കുന്നതും നോക്കിക്കൊണ്ട് തേയില വിൽക്കുന്ന മൂലയിൽ ഞാനും നിന്നു. മനോമി ഒരു നീല ഉടുപ്പാണ് ധരിച്ചിരുന്നത്. ആ ഹാളിൽ ഇരുന്നിരുന്ന ബാക്കി സ്ത്രീകൾ സാരി ധരിച്ചിരുന്നു. എല്ലാവരും ഇന്ത്യക്കാരാണെന്ന് ഒറ്റ നോട്ടത്തിൽ ആർക്കും മനസ്സിലാക്കാമായിരുന്നു. ഇന്ത്യക്കാരെന്നു മാത്രമല്ല, ദക്ഷിണേന്ത്യക്കാർ എന്നുകൂടി ആർക്കും മനസ്സിലാക്കാൻ പ്രയാസമുണ്ടായിരുന്നില്ല. അവരുടെ മുടിയിൽ മെഴുക്കും പൂമാലകളും സ്ഥലം പിടിച്ചിരുന്നു. നെറ്റിമേൽ ചുവന്ന പൊട്ടുകൾ കാണാമായിരുന്നു. അവരിൽ 3/4 ഭാഗവും കറുകറുത്ത പെണ്ണുങ്ങളായിരുന്നു. അവരുടെ ഇടയിൽ മെലിഞ്ഞു വെളുത്ത മനോമി ഇരിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ അസ്വാസ്ഥ്യം വർദ്ധിച്ചു. എൻ്റെ പ്രതിഷേധത്തെ വകവയ്ക്കാതെ അവൾ ശ്രീലങ്ക വിടുകയായിരുന്നു. അനാഥയായതുകൊണ്ട് ഞാൻ അണ്ണാദുരൈയുടെ വീട്ടിലേക്ക് പോകുന്നു എന്ന് അവൾ ഒരിക്കൽ പറഞ്ഞു. എനിക്ക് കലശലായ ദേഷ്യം വന്നു. അവളെങ്ങനെ അനാഥയാകും? ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അവൾ അനാഥയല്ല, സനാഥയാണ്. മനോമി, നീ എൻ്റെ ഭാര്യയായി ശ്രീലങ്കയിൽ തന്നെ താമസിക്കുക എന്ന് ഞാൻ പറഞ്ഞു. ബാല്യകാലം മുതൽക്ക് ഞങ്ങൾ അന്യോന്യം സ്നേഹിച്ചു. വിശാഖ വിദ്യാലയം വിട്ട് അവൾ പുറത്തു കിടക്കുമ്പോൾ എല്ലാ വൈകുന്നേരവും ഞാൻ ഫോൺസെക്കെ പ്ലേസിൽ കുട്ടികൾ പന്തുരുട്ടുന്ന സ്ഥലത്ത് നിൽക്കാറുണ്ടായിരുന്നു. ബസ് പിടിക്കുവാൻ ഞങ്ങൾ ഒന്നിച്ചാണ് ഓടിയിരുന്നത്. പല ദിവസങ്ങളും ഞങ്ങൾ ക്ലാസ് കട്ട് ചെയ്ത് കോൽപ്പെട്ടി മാർക്കറ്റിൽ പോയി പച്ച ആപ്പിളും ദൂരിയാൻ എന്ന ചക്കയും വാങ്ങിത്തുന്നു. ദൂരിയാൻ കാമവികാരത്തെ ഉണർത്തുമെന്ന് എന്നോട് കടക്കാരൻ പറഞ്ഞു. അയാൾ എൻ്റെ പ്രായത്തെപ്പറ്റി പൂച്ചരസത്തോടെ സംസാരിച്ചപ്പോൾ മനോമി അയാളോട് നുണ പറഞ്ഞു. നിസ്സാങ്കയ്ക്ക് ഈ 20 വയസ്സ് കഴിഞ്ഞു. അന്ന് എനിക്കും അവൾക്കും 12 വയസ്സ് തികഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ വീട്ടിൽ നിന്നും കിട്ടുന്ന പണം കൊണ്ട് ചിലപ്പോൾ ഹോപ്പർ വാങ്ങി തിന്നു. മീതെ ഒരു കോഴിമുട്ട ഒഴിച്ച അപ്പമാണ് മനോമിക്ക് ഇഷ്ടമായിരുന്നത്. നീ തമിഴരുടെ ദോശ തിന്നുന്നവളല്ലേ, നിനക്ക് ഹോപ്പർ ഞാൻ വാങ്ങിത്തരില്ല എന്ന് ഞാൻ പലപ്പോഴും അവളെ ദേഷ്യം പിടിപ്പിക്കുവാൻ പറഞ്ഞു. ദേഷ്യപ്പെടുമ്പോൾ മാത്രമേ അവൾ പൂർണ്ണ ആരോഗ്യവതിയായി കാണപ്പെട്ടുള്ളൂ. ദേഷ്യം അവളുടെ കവിളുകളെ ചുവപ്പിച്ചു. ഏതു വീടിൻ്റെയും മനോമിയുടെ വീടിൻ്റെയും എതിർവശത്തായിരുന്നു അണ്ണാദുരൈ മുതലാളിയുടെ വീട്. അയാളുടെ മകൻ സുന്ദരം എന്നോടൊന്നിച്ച് ഫുട്ബോൾ കളിക്കാറുണ്ടായിരുന്നു. സുന്ദരം ശ്രീലങ്ക വിട്ടപ്പോൾ ഞാനും അവനും ചെറിയ കുട്ടികളായിരുന്നു. അവൻ കറുത്തു തടിച്ച ഒരു പയ്യനായിരുന്നുവെന്ന് മാത്രമേ ഇപ്പോൾ ഞാൻ ഓർമ്മിക്കുന്നുള്ളൂ. മനോമി സുന്ദരത്തിൻ്റെ കൂടെ മദ്രാസിൽ താമസിക്കുമെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് ആദ്യമായി ഒരു വിറയൽ അനുഭവപ്പെട്ടു. അണ്ണാദുരൈ അവളെ തൻ്റെ പുത്രവധുവാക്കിയാൽ പിന്നീട് അവൾ ലങ്കയിലേക്ക് മടങ്ങുകയില്ല. മനോമി അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പശ്ചാത്തപിച്ചു. എനിക്ക് യാത്ര പറയാമായിരുന്നു. എന്നെ നിശ്ചയമായും അവൾ പ്രതീക്ഷിച്ചിരിക്കും. ഞാൻ നീചനാണെന്നും വില കുറഞ്ഞ വികാരങ്ങളുടെ അടിമയാണെന്നും എനിക്ക് തോന്നി. വിമാനങ്ങളുടെ ഉരസൽ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ മനോമിയുടെ വാക്കുകൾ ഓർത്തുപോയി. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ആരെയും വെറുക്കാൻ മനസ്സ് വരുന്നില്ല. അവളുടെ രോഗിയും ദുർബലനുമായ അച്ഛനെ ബോംബെറിഞ്ഞു കൊന്ന പുലിയെയും അവൾ വെറുത്തില്ലേ? കട്ടരഗാമയിൽ ബോംബെറിഞ്ഞ കതിരേശൻ എന്ന പുലിയെ വെലിക്കട ജയിലിൽ വെച്ച് തടവുകാർ തന്നെ കൊന്നു. പക്ഷേ അയാളുടെ കൂട്ടുകാർ ഓടി ഒളിച്ചു. അരക്കെട്ടിനു വേണ്ട വീര്യം ബോംബുകളിലും തൂക്കുകളിലും പേറി അലയുന്നവർ, നിസ്സഹായരായ സിംഹളക്കാരെ കൊന്നവർ, ബുദ്ധമത സന്യാസികളെയും വെടിവെച്ചു കൊന്നവർ. അവരിൽ ചിലരുടെ തലകൾക്ക് ശ്രീലങ്ക ഗവൺമെൻറ് 2 ലക്ഷം രൂപ പ്രതിഫലം തരാമെന്ന് പ്രഖ്യാപനം ചെയ്തിരുന്നു. കന്ദാസ്വാമി, പളനി, ദാമോദരം, തിരുച്ചെൽവം, രാജു, അവരിൽ ഒരാളെ എനിക്ക് കാണാൻ കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വെറും കൈകൊണ്ട് അവരെ ഞെക്കി ശ്വാസം മുട്ടിച്ചു കൊല്ലും. ഞാൻ മനോമിയോട് ഒരിക്കൽ പറഞ്ഞു. ആ കോളേജിൽ നിന്ന് തനിയെ നടന്നു വരുമ്പോഴൊക്കെ ഞാൻ അവളെ എൻ്റെ നീല സ്കൂട്ടറിൽ കയറ്റി വീട്ടിലെത്തിക്കുമായിരുന്നു. ഒരിക്കൽ എൻ്റെ അമ്മ പറഞ്ഞു, നീ മനോമിയെ കല്യാണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവോ? ഇല്ലെങ്കിൽ അവളെ പിന്നിലിരുത്തി സവാരി ചെയ്യരുത്. അവൾക്ക് പിന്നീട് ഒരു വരനെയും കിട്ടുകയില്ല. എല്ലാവരും ഇപ്പോൾ തന്നെ പറയുന്നു മനോമി നിന്റെ പെണ്ണാണെന്ന്. മനോമിയുടെ അച്ഛന് സാമ്പത്തിക ശേഷി കുറവായിരുന്നുവെങ്കിലും അവൾ കോളേജിൽ ചേർന്ന് ഒരു ബിരുദധാരിണിയായി.
ഞാൻ പഠിപ്പിൽ മോശമായിരുന്നു. അതുകൊണ്ട് 2 തവണ തോറ്റപ്പോൾ ഞാൻ കോളേജ് വിട്ട് ഒരു മെക്കാനിക് ആവാനുള്ള പരിശീലനം സമ്പാദിച്ചു. അതുകൊണ്ടാവാം അവളുടെ കൂടെ ഇരിക്കുമ്പോൾ ഒരു അപകർഷതാബോധം എന്നെ അലട്ടിയത്. നിന്റെ മനസ്സിലെ വേരുറച്ച വിദ്വേഷങ്ങൾ നീ പിഴുതുകളയണം, ഇല്ലെങ്കിൽ നീ ഒരിക്കലും സ്വതന്ത്രനാവില്ല, മനോമി എന്നോട് പറഞ്ഞു. എതിര് വീരശരചന്ദ്രയുടെ സിംഹബാഹു എന്ന നാടകം കണ്ട് മടങ്ങുകയായിരുന്നു ഞങ്ങൾ. നാടകത്തിൻ്റെ രീതി ഇന്ത്യൻ നാടകകൃത്തായ കാളിദാസന്റെ അനുകരണമാണെന്ന് അവൾ പറഞ്ഞപ്പോൾ ഞാൻ അവളെ എതിർത്തിരുന്നു. ഇന്ത്യക്കാരെ മുഴുവനും നീ വെറുക്കുന്നു നിശാങ്ക. മാത്രമല്ല, നീ കറുത്തവരെ പുച്ഛിക്കുന്നു. നാം 2 പേരും ആരാധിക്കുന്ന ബുദ്ധൻ ഇന്ത്യയിൽ ജനിച്ചവനാണ്. ബുദ്ധൻ കറുത്ത ഒരു മനുഷ്യനായിരുന്നുവെന്ന് എനിക്കോ നിനക്കോ തീർത്തു പറയാൻ സാധിക്കുമോ? മനോമി എന്നോട് ചോദിച്ചു. ബുദ്ധൻ വെളുത്തിരിക്കുമെന്ന് ഞാൻ ഉറക്കെ ആവേശത്തോടെ പറഞ്ഞു. അവൾ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. ഒരാൾ തൻ്റെ അകത്തു കാണുന്ന വർണ്ണമാണ് തൻ്റെ ദൈവസങ്കല്പത്തിന് കൊടുക്കുന്നത്, അവൾ പറഞ്ഞു. കാപ്പിരികൾ ദൈവത്തെ കറുത്തവനായി സങ്കല്പിക്കും. ബുദ്ധന് ആരാധകരെത്രയുണ്ടോ അത്രയധികം നിറങ്ങളുമുണ്ട്. കാരണം ഞാൻ കാണുന്ന ചുവപ്പിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും നീ കാണുന്ന ചുവപ്പ്. അവൾ ആ മട്ടിൽ പ്രസംഗിച്ചു തുടങ്ങുമ്പോൾ ഞാൻ മൗനം പാലിക്കാറുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ അവൾ എന്നോട് പറഞ്ഞു തന്നു. മനസ്സിലായില്ലെങ്കിലും ആ വാക്കുകൾ എൻ്റെ സ്മരണയിൽ തങ്ങി നിന്നു. നീയും ടെനക്കൂണിൻ്റെ മകളും എന്തൊക്കെയാണ് സംസാരിക്കാറുള്ളത്? ഒരിക്കൽ എൻ്റെ അമ്മ ചോദിച്ചു. അതൊന്നും അമ്മയ്ക്ക് മനസ്സിലാവില്ല. എന്നാലും പറഞ്ഞു നോക്ക്, എനിക്ക് മനസ്സിലാവുമോ എന്ന് ഞാൻ തീരുമാനിക്കാം. അവൾ സാധാരണയായി ദൈവത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. അവളുടെ അമ്മ പുണ്യകാന്തിയും അങ്ങനെയായിരുന്നു. ഞാൻ ഒരു ഭിക്ഷുണി ആവേണ്ടിയിരുന്നു എന്ന് പുണ്യകാന്തി എന്നോട് പല തവണയും പറഞ്ഞിട്ടുണ്ട്. തമിഴരുടെ സംസ്കാരം പുരാതനവും അദ്വിതീയവുമാണെന്ന് ഒരിക്കൽ മനോമി എന്നോട് പറഞ്ഞു. ഞങ്ങൾ ഗാൾഫേസ് ഹോട്ടലിൻ്റെ എതിർവശത്ത് കടൽക്കരയിൽ ഉലാത്തുകയായിരുന്നു. 5 മണി കഴിഞ്ഞിരുന്നുവെങ്കിലും വെയിലിൻ്റെ ചൂട് അസഹനീയമായിരുന്നു. മനോമി തൻ്റെ നീല പട്ടുകുട ഉയർത്തിപ്പിടിച്ചാണ് നടന്നിരുന്നത്. അപ്പോൾ നമ്മുടെ സിംഹള സംസ്കാരമോ? ഞാൻ ചോദിച്ചു. മനോമി പൊട്ടിച്ചിരിച്ചു. സിംഹളർ ക്രിസ്തു ജനിക്കുന്നതിന് 500 വർഷം മുമ്പോ മറ്റോ ലങ്കയിലേക്ക് വന്ന അതിഥികൾ മാത്രമാണ്. തമിഴരും ഏകദേശം അതേ കാലത്താണ് ഇവിടെ വന്നെത്തിയത്. സിംഹളർ ബംഗാളിൽ നിന്നും ഒറീസയിൽ നിന്നും വന്നു. നമ്മുടെ സംസ്കാരം തമിഴരുടെ സംസ്കാരവുമായി താരതമ്യപ്പെടുത്തുന്നത് തന്നെ വിഡ്ഢിത്തമാണ്. ഞാൻ പെട്ടെന്നുണ്ടായ ക്രോധത്താൽ വിറച്ചു. ഞാൻ അവളുടെ കുട തട്ടിയെടുത്ത് കടലിലേക്ക് എറിഞ്ഞു. പോയി തമിഴനെ കല്യാണം കഴിക്കും, എന്നിട്ട് മുടിയിൽ എണ്ണ തേച്ച് പൂമാലയും ചൂടും, ഞാൻ വിളിച്ചു പറഞ്ഞു. മനോമി പെട്ടെന്ന് തേങ്ങിക്കരഞ്ഞു. എൻ്റെ നീല പട്ടുകുട, അവൾ വിക്കി വിക്കി പറഞ്ഞു. തിരമാലകൾക്കുമീതെ ആ കുടയുടെ നീല ഞാൻ കണ്ടു. എന്നിട്ടും ഞാൻ എൻ്റെ വികൃതിയെപ്പറ്റി ഓർത്തു പശ്ചാത്തപിച്ചില്ല. മനോമി ഒരു സിമൻറ്റ് ബെഞ്ചിൽ ഇരുന്നു. തൻ്റെ മുഖം കൈകളാൽ മറച്ചു. അവൾ അപ്പോഴും ഒരു കുഞ്ഞിനെ പോലെ തേങ്ങുന്നുണ്ടായിരുന്നു. ഒരു കുട പോയെന്ന് വെച്ച് ഇവിടെ നാടകം അവതരിപ്പിക്കണോ? ഞാൻ എൻ്റെ ഏറ്റവും വികാരരഹിതമായ ശബ്ദത്തിൽ ചോദിച്ചു. ഞങ്ങൾ ദരിദ്രരാണ്. അത്തരമൊരു കുട വാങ്ങുവാൻ എൻ്റെ അച്ഛന് കഴിവില്ല, മനോമി പറഞ്ഞു. അത് നിനക്ക് ആരാണ് തന്നത്? ഞാൻ ചോദിച്ചു. ഞാൻ പഠിച്ചിരുന്ന സ്കൂളിലെ പ്രിൻസിപ്പാൾ മിസ്സിസ് സിരിവർദ്ധന എനിക്ക് സമ്മാനിച്ചതാണ് ആ കുട. ഞാൻ അവളുടെ ചുമലിൽ വാത്സല്യത്തോടെ തലോടി. ഞാൻ നിനക്ക് അതുപോലൊരു പട്ടുകുട വാങ്ങിത്തരാം, ഞാൻ പറഞ്ഞു. ഒരുപക്ഷെ നീ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് പട്ടുകുടകൾ വാങ്ങുവാൻ വേണ്ട പണമില്ലെന്ന്. ഞാൻ പഠിപ്പില്ലാത്തവനായിരിക്കാം, ഞാൻ വെറും ഒരു മെക്കാനിക്കായിരിക്കാം. പക്ഷേ എനിക്ക് നിനക്കായി പട്ടുകുട മേടിക്കുവാൻ വേണ്ട പണമുണ്ട്. നീ പറഞ്ഞാൽ കുടയല്ല, വൈരവും ഇന്ദ്രനീലവും വെച്ച ഒരു മോതിരം ഞാൻ നിനക്ക് വാങ്ങിത്തരാം. എനിക്ക് മോതിരം എന്തിനാണ് തരുന്നത്? നമ്മുടെ വിവാഹ നിശ്ചയം നടത്തുവാൻ. നിന്റെ ക്രോധശീലത്തെ ഞാൻ ഭയപ്പെടുന്നു. ഒരിക്കൽ നീ എന്നെ തന്നെ പെറുക്കിയെടുത്ത് കടലിൽ എറിയില്ല എന്ന് തീർച്ച പറയാൻ എനിക്ക് വയ്യാതായിരിക്കുന്നു. നിനക്ക് ഏതു പ്രകാരത്തിലുള്ള ഒരു ഭർത്താവിനെയാണ് വേണ്ടത്? എൻ്റെ അച്ഛനെ പോലെ ശാന്തനായ ഒരാൾ. ശാന്തശീലനായിട്ട് അച്ഛൻ എന്ത് നേടി? തമിഴർ അദ്ദേഹത്തെ നിർദാക്ഷിണ്യം കൊന്നില്ലേ? പ്രാർത്ഥിച്ചു നിന്നിരുന്ന അച്ഛനെ കൊന്ന തമിഴരോടാണ് നീ അനുഭാവം കാണിക്കുന്നത്. ജാഫ്നയിൽ കൊല നടത്തിയ സിംഹള പട്ടാളത്തോടും ഞാൻ അനുഭാവം കാണിക്കാം. സ്വന്തം വീട് പുറത്ത് പേറി നടക്കുന്ന പ്രാണികളെ പോലെ മനുഷ്യർ സ്വന്തം മരണത്തെ പേറി നടക്കുന്നു. മരണത്തെ ജയിച്ചുവെന്ന് മറ്റൊരാളെ കൊന്നവൻ വിശ്വസിക്കുന്നു. അവൻ മരിച്ചു,
ഞാൻ ജീവിക്കുന്നു എന്ന് കൊലപാതകിയുടെ മനസ്സു പാടുന്നു. ആ നിമിഷത്തിനെങ്കിലും അവൻ മൃത്യുവെ തോൽപ്പിക്കുന്നു. വ്യാമോഹം വ്യാമോഹിക്ക് യാഥാർത്ഥ്യമാണ് നിശാങ്ക. അവളുടെ മധുരവചനങ്ങളുടെ അർത്ഥം എനിക്ക് മനസ്സിലായിരുന്നില്ല. ഞാൻ ഒരിക്കലും ഒരു തത്വചിന്തകനാവുകയില്ലായിരിക്കാം. എൻ്റെ രാഷ്ട്രീയത്തിൽ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ രാഷ്ട്രീയ പ്രവചനങ്ങൾ അവളെ അത്ഭുതപ്പെടുത്താറുണ്ടായിരുന്നു. 4. ഒരിക്കൽ കോർണൽസ് എന്ന ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറിന്റെ മുന്നിലൂടെ പോകുമ്പോൾ അവൾ പറഞ്ഞു, സ്കൂട്ടർ നിർത്തൂ, നമുക്ക് അകത്ത് പോയി ധനികർ അകത്താക്കാറുള്ള ആഹാരപദാർത്ഥങ്ങൾ കണ്ടു രസിക്കുക. അകത്ത് പണം എണ്ണാനും സാമാനങ്ങൾ എടുത്തു തരാനും ഇരുന്നിരുന്ന യൂണിഫോം ധരിച്ച സ്ത്രീകൾ ഞങ്ങളെ കണ്ടതായി നടിച്ചില്ല. ഉന്തുവണ്ടികൾ പിടിച്ചുകൊണ്ട് ഷെൽഫുകൾക്ക് നടുവിലൂടെ നീങ്ങിയിരുന്നവരെ ഞങ്ങൾ കൃത്രിമമായ അവജ്ഞയോടെ നോക്കിക്കണ്ടു. എല്ലാവരും വാർദ്ധക്യം ബാധിച്ചവർ, വില പിടിച്ചതെങ്കിലും കണ്ണഞ്ചിക്കാത്ത വസ്ത്രങ്ങൾ ധരിച്ച വിദേശീയർ. ഇന്ത്യക്കാർ ഇവിടെ ഉപദേഷ്ടാക്കളായി വന്ന് ഒരൊറ്റ വൈകുന്നേരം കൊണ്ട് നമ്മുടെ സിംഹള കുടുംബങ്ങളിലൊന്നിന് 1 മാസം സുഖമായി ജീവിക്കുവാൻ തികയുന്ന സംഖ്യ പാടെ ചെലവഴിക്കുന്നത് കാണുമ്പോൾ എൻ്റെ രക്തം തിളയ്ക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഇന്ത്യക്കാരെ മാത്രം പഴിക്കുന്നത് എന്തിന്? മിക്ക ഉപദേഷ്ടാക്കളും വെള്ളക്കാരാണല്ലോ. അവർ പണം ചെലവഴിക്കുന്നതിനെ പറ്റി നിനക്ക് പരാതിയില്ല അല്ലേ? വെള്ളക്കാർക്ക് മാത്രം വിധിച്ച അവകാശങ്ങളിൽ ഒന്ന് എന്ന് നീ വിശ്വസിക്കുന്നുവോ? മനോമി ചോദിച്ചു. അവളുടെ കണ്ണുകളിൽ ഐസ്ക്രീമും മധുര തൈരും നിരത്തി വെച്ചിരുന്ന ഷെൽഫുകളിലായിരുന്നു തത്തിക്കളിച്ചിരുന്നത്. ഞാൻ ഒരു 1/2 കിലോ പെട്ടി പിസ്ത ഐസ്ക്രീം വാങ്ങി അവൾക്ക് സമ്മാനിച്ചു. ഇവിടെ വന്ന് എന്തെങ്കിലും വാങ്ങുന്നത് നമ്മെപ്പോലുള്ളവർക്ക് അധാർമികമായ ഒരു പ്രവൃത്തിയാണ്, മനോമി പറഞ്ഞു. ഇവിടെ വന്ന് ഐസ്ക്രീം നോക്കി വായിൽ നിന്ന് വെള്ളം ഒഴുക്കുന്നത് മാത്രമേ ധാർമ്മികമാവുകയുള്ളൂ അല്ലേ? മനോമി പൊട്ടിച്ചിരിച്ചു. അവളുടെ പൊട്ടിച്ചിരി ആൺകുട്ടികളുടെ പൊട്ടിച്ചിരി പോലെ നിയന്ത്രണമില്ലാത്തതാണെന്ന് ഒരിക്കൽ അമ്മ എന്നോട് പറഞ്ഞിരുന്നു. നിയന്ത്രണമില്ലാത്തതായതുകൊണ്ടാവണം അത് അത്ര കണ്ട് ആകർഷകമായതും. സ്കൂട്ടറിൽ ഇരിക്കുമ്പോൾ എൻ്റെ അരക്കെട്ടിൽ പിടിക്കുന്നതല്ലാതെ ഒരിക്കലും അവൾ എന്നെ സ്പർശിച്ചിട്ടില്ല. എൻ്റെ സ്നേഹിതന്മാർ പറഞ്ഞു, മടയാ, അവൾ നീ ഒരിക്കലും ആശ്ലേഷിക്കാത്ത നിന്റെ ശരീരവും കൊണ്ട് സ്ഥലം വിട്ടുകഴിഞ്ഞു. വർഷങ്ങളായി ആ പെണ്ണിനെ സ്കൂട്ടറിൽ കൊണ്ടു നടന്നിട്ടും നിനക്കൊന്നും നേടാൻ കഴിഞ്ഞില്ലല്ലോ. ഞാനത് സമ്മതിച്ചു കൊടുക്കില്ല. ഒരു ദിവസം വൈകുന്നേരം ഞങ്ങൾ ഒരു ഇംഗ്ലീഷ് പടം കാണാൻ തിയേറ്ററിൽ ചെന്നു. സ്കൂട്ടർ പാർക്ക് ചെയ്യാൻ പോയപ്പോൾ മതിലിൻ്റെ മറുവശത്തു നിന്ന് ബുദ്ധമത സന്യാസിമാർ പരീതി ചൊല്ലുന്നത് ഞങ്ങൾ കേട്ടു. അവളും ഞാനും പെട്ടെന്ന് സംസാരം നിർത്തി. കടലിൽ തിരമാലകൾ ചക്രങ്ങളെ പോലെ ഉരുളുന്നു എന്ന് തോന്നിക്കുന്ന ആ മന്ത്രോച്ചാരണം അവളുടെ കണ്ണുകളെ നനച്ചു. ആ നിമിഷത്തിൽ അവൾ എന്നോട് പറഞ്ഞു, ഇനിമേലിൽ നീ പരീത് കേൾക്കുമ്പോഴൊക്കെ എന്നെ ഓർത്തേക്കാം. ഞാൻ ഒന്നും പറഞ്ഞില്ല. ആകാശം സൂര്യാസ്തമയത്താൽ ചുവന്നു തുടങ്ങിയിരുന്നു. മനോമിയുടെ ചുരുളൻ മുടി കാറ്റിൽ തെങ്ങോലകൾ പോലെ പറന്നു. അതെ, ആ സന്ധ്യ എനിക്ക് ഒരു നേട്ടമായിരുന്നു, മനോമി. അന്നു തന്നെ പ്രകാശത്തെയും സുന്ദരത്തെയും കാണുവാൻ ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ അമ്മാവൻ പറഞ്ഞു, ഇന്ന് നീ നേരത്തെ ഉറങ്ങാൻ പോവുക. നാളെ രാവിലെ 8 മണിക്ക് പ്രാതലിൻ്റെ സമയത്ത് നിനക്ക് ഏവരെയും കാണാമല്ലോ. എന്നെ കാണുവാൻ വൈമനസ്യം ഉണ്ടായിട്ടാണോ പ്രകാശവും സുന്ദരവും ഞാൻ വരുമെന്നറിഞ്ഞിട്ടും വീട് വിട്ടു പുറത്തു പോയത് എന്ന് ചോദിച്ചപ്പോൾ അമ്മാവൻ പറഞ്ഞു, എൻ്റെ മക്കൾക്ക് നിന്നെ കാണുവാൻ വൈമനസ്യം ഉണ്ടാവുകയില്ല. 7 ജന്മങ്ങളിലും അവർ നിന്റെ കൂടപ്പിറപ്പുകൾ തന്നെ ആയിരിക്കും. അമ്മാവൻ്റെ വാക്കുകളിൽ ഉന്മേഷം അദ്ദേഹത്തിൻ്റെ സ്വരത്തിനുണ്ടായിരുന്നില്ല. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അദ്ദേഹം ചവയ്ക്കൽ നിർത്തി ഇടയ്ക്കിടയ്ക്ക് ശൂന്യദൃഷ്ടികളോടെ ഒരു പ്രതിമ പോലെ നിശ്ചലനായി ഇരുന്നു. എന്താണ് അച്ഛനെന്നൊരു പന്തിയില്ലായ്മ? രൂപ ചോദിച്ചു. വിമാനത്താവളത്തിലേക്കുള്ള യാത്ര കാരണമാവണം പെരിയപ്പാക്ക് ഇത്ര ക്ഷീണം, രാജമ്മ പറഞ്ഞു. അമ്മാവൻ്റെ ആരോഗ്യം അത്ര മോശമാണോ? ഞാൻ രൂപയോട് ചോദിച്ചു. അമ്മാവൻ തലയാട്ടി. ഇല്ല മനോമി, എനിക്ക് യാതൊരു തകരാറുമില്ല. എൻ്റെ പ്രായക്കാർക്ക് കാണാറുള്ള പരാധീനതകൾ ഒഴികെ. പ്രമേഹം, ഹൃദ്രോഗം, രക്തസമ്മർദ്ദം. അച്ഛൻ്റെ മെഡിക്കൽ ചെക്കപ്പിൻ്റെ സമയമായി. കഴിഞ്ഞ മാർച്ചിലാണല്ലോ അവസാനത്തെ ചെക്കപ്പ് നടന്നത്, രൂപ ചോദിച്ചു. അതേ, മാർച്ചിൽ തന്നെ. ഇപ്പോൾ ജൂലൈ ആയി. ഇത്തവണ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എൻ്റെ കൂടെ മനോമി വരട്ടെ. രൂപയ്ക്ക് ഇത്തവണ വരാൻ പറ്റില്ലല്ലോ.
ഊണിന് ചോറും സാമ്പാറും ഇറച്ചി വരട്ടിയതും രസവും പപ്പടവും ഉണ്ടായിരുന്നു. പണ്ട് അമ്മാമ്മൻ്റെ വീട്ടിൽ കഴിച്ചിരുന്ന അത്താഴങ്ങളെ ഞാൻ സ്നേഹത്തോടെ ഓർത്തു. രാജമ്മയുടെ കൈവിരുത് പ്രായാധിക്യം മൂലം ഒട്ടും കുറഞ്ഞിരുന്നില്ല. മുകളിൽ എനിക്കായി തന്ന മുറിയിൽ ഒരു ഇരട്ടക്കട്ടിലും ചെറിയ ഫ്രിഡ്ജും കണ്ണാടിയും അലമാരയും ഉണ്ടായിരുന്നു. കുളിമുറിയിൽ ചൂടുവെള്ളത്തിൻ്റെ ഗീസറും ബാത്ത് ടബും ഉണ്ടായിരുന്നു. അതിവേഗത്തിൽ ഞാൻ കുളിച്ചു. പിന്നീട് ജനവാതിൽ പടിമേലിരുന്നപ്പോഴാണ് പാരിജാതം പൂത്ത സുഗന്ധം എന്നെ രോമാഞ്ചം കൊള്ളിച്ചത്. താഴെ തോട്ടത്തിൽ 5-8 മരങ്ങൾ ഞാൻ കണ്ടു. ഒരു നീന്തൽക്കുളവും. കുളത്തിൻ്റെ വക്കത്തെ തിണ്ണമേൽ അർദ്ധനഗ്നനായ ഒരാൾ ഇരുന്നിരുന്നു. തിണ്ണമേൽ കല്ലുകൊണ്ട് കൊത്തിവെച്ച ഒരു വിഗ്രഹമാണോ അയാൾ എന്ന് ഞാൻ ആദ്യമായി സംശയിച്ചു. അത്രയ്ക്ക് നിശ്ചലനായിരുന്നു ആ യുവാവ്. അയാളുടെ ആകാരത്തിൻ്റെ പരിപൂർണത അമാനുഷികമായി തോന്നി എനിക്ക്. നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾ 2 കൈകളും മേൽപോട്ടുയർത്തി. അവ വീണ്ടും താഴ്ത്തുകയും ചെയ്തു. അയാളുടെ നെഞ്ചത്ത് ഒരു തകിട് തിളങ്ങുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു. നിലാവിനേക്കാൾ വെളുത്ത ഒരു വെള്ളിത്തകിട്. മുഖം ഇരുട്ടിലായിരുന്നു. അയാൾ മേൽപോട്ട് നോക്കിയപ്പോൾ ഞാൻ ജനൽപ്പടി വിട്ട് എൻ്റെ കിടക്കയിലേക്ക് പോന്നു. കുറച്ചു നേരം ഉറക്കവും കാത്തു കിടന്നപ്പോൾ ആരോ വാതിൽക്കൽ മുട്ടുന്ന ശബ്ദം ഞാൻ കേട്ടു. തുറന്നപ്പോൾ രാജമ്മ ഒരു ഫ്ലാസ്കുമായി നിൽക്കുന്നുണ്ടായിരുന്നു. മനോമി, ദ ഓവൽറ്റിൻ, ഉറങ്ങുന്നതിന് മുമ്പ് ഇത് കുടിക്കണം, അവർ പറഞ്ഞു. വാർദ്ധക്യത്തിൻ്റെ ശുഷ്കിച്ചു പോയ ആ കരങ്ങൾ ഞാൻ എൻ്റെ കൈകളിലെടുത്തു. ഇരിക്കൂ രാജമ്മോ, ഞാൻ പറഞ്ഞു. കുറച്ചു നേരം എന്നോട് സംസാരിക്കുക. ശ്രീലങ്ക വിട്ടതുകൊണ്ടോ എന്തോ എൻ്റെ മനസ്സ് അസ്വസ്ഥമായിരിക്കുന്നു. സന്തോഷമായിരിക്കൂ, വൃദ്ധ പറഞ്ഞു. മനോമിയെ കൊണ്ട് സുന്ദരത്തിനെ വിവാഹം ചെയ്യിക്കണമെന്നാണ് അയ്യാവ് രൂപയോട് പറഞ്ഞത്. കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ആ കല്യാണത്തിന് ഞങ്ങൾ സമ്മതിച്ചില്ലെങ്കിലോ, ഞാൻ ചോദിച്ചു. സമ്മതിക്കാതിരിക്കാൻ കാരണമില്ലല്ലോ. സുന്ദരൻ നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ, ഇഷ്ടം പോലെ പണമുള്ളവൻ, നീ സുന്ദരി. അയ്യാവിന് നിന്നെ ജീവനാണ്. ഈ വീട്ടിൽ തന്നെ നീയും വേദവല്ലിയും ഒന്നിച്ച് ഗൃഹഭരണം ഏറ്റെടുത്ത് നടത്തണമെന്നാണ് എല്ലാവരുടെയും മോഹം. എല്ലാവരുടെയും മോഹമോ? ഒരിക്കലും അത് വാസ്തവമല്ല. അമ്മാമൻ ഈ കല്യാണത്തിന് താല്പര്യം പ്രകടിപ്പിച്ചേക്കാം. നിങ്ങളും ബാക്കിയുള്ളവർക്ക് ഇതൊന്നും പഥ്യമാവില്ല എന്ന് ഊഹിച്ച് മനസ്സിലാക്കാം. നീ പണ്ടത്തെ മിടുക്കി തന്നെ ഇപ്പോഴും. നിനക്ക് മനുഷ്യരുടെ മുഖം നോക്കി അവരുടെ ആലോചനകൾ മനസ്സിലാക്കാമെന്ന് തോന്നുന്നു. പറയൂ രാജമ്മ, ഞാൻ വരുന്നതിനെ ചൊല്ലി ഈ വീട്ടിൽ കലഹങ്ങൾ ഉണ്ടായിരുന്നില്ലേ? രാജമ്മ നിലത്തെ പരവതാനിയിൽ ഇരുന്നു. ഇവിടെ എൻ്റെ അടുത്ത് ഈ കട്ടിലിൽ ഇരിക്കൂ. എനിക്ക് ഇവിടെ നിങ്ങൾ തന്നെയാണ് അമ്മ. ഞാൻ ആ വൃദ്ധയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് കട്ടിലിൽ ഇരുത്തി. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നിന്നെ എൻ്റെ മകളായി തന്നെ ഞാൻ കരുതുന്നു, അവർ വിക്കി വിക്കി പറഞ്ഞു. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഒരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള ഭാഗ്യം അതിനാൽ എനിക്ക് ഉണ്ടായില്ല. പ്രകാശവും സുന്ദരവും രൂപവതിയും എൻ്റെ മക്കളായി വളർന്നു. നിന്നെയും അന്നൊക്കെ ഞാനൊരു മകളായി കരുതി. നീ മദ്രാസിൽ വരുന്നുവെന്ന് കേട്ടപ്പോൾ ഏറ്റവും സന്തോഷിച്ചത് ഞാനായിരിക്കണം. എന്നെ ഒരു മനുഷ്യ സ്ത്രീയായി കണക്കാക്കുന്ന ഒരാൾ ഈ വീട്ടിൽ ഇനിമേലിൽ ഉണ്ടാവുമല്ലോ എന്ന് ഞാൻ ആനന്ദത്തോടെ ഓർത്തു. ഇവിടെയുള്ളവർക്ക് എന്നെ സ്നേഹമാണ്, പക്ഷെ അവരുടെ സ്നേഹം വെളിപ്പെടുത്തുവാൻ അവർക്ക് ആർക്കും സമയവുമില്ല. എന്നോട് സംസാരിക്കാൻ തന്നെ അവർ മറക്കും. പ്രകാശം, എൻ്റെ മടിയിൽ കഥ പറഞ്ഞു കേട്ട് ഉറങ്ങിയിരുന്ന പ്രകാശം എന്നോട് സൗഖ്യമാണോ എന്ന 2 വാക്കുകൾ കൂടി ഉച്ചരിച്ചിട്ട് നാളെത്രയായി? ശരിയാണ്, അയാൾക്ക് ജോലി തിരക്കാണ്. അയ്യാവിൻ്റെ ഫാക്ടറി നടത്തുന്ന ഭാരം പ്രകാശത്തിൻ്റെ തലയിലാണ്. എന്നും പണിമുടക്ക് ലഹളയാണ് അവിടെ. ലങ്കയിൽ നിന്ന് വന്നെത്തുന്ന അഭയാർത്ഥികളെ ജോലിക്ക് എടുക്കാതിരിക്കാൻ പറ്റുമോ? അവിടെ പുലികളുടെ നേതാക്കന്മാർ നമ്മുടെ സുന്ദരത്തിൻ്റെ സ്നേഹിതന്മാരാണല്ലോ. പക്ഷേ ലങ്കയിൽ നിന്ന് വന്നവർ കമ്മ്യൂണിസ്റ്റുകാരാണെന്നു കേട്ടു. അവർ പണിമുടക്ക് ഉണ്ടാക്കി അയ്യാവിൻ്റെ മനസ്സിനെ ക്ലേശിപ്പിക്കുന്നു. അവരെ ശിക്ഷിക്കാൻ ഒരുങ്ങുമ്പോൾ സുന്ദരം പ്രകാശവുമായി വക്കാണത്തിന് ഇറങ്ങും. തർക്കങ്ങൾ കേട്ടാൽ ഒരാൾ മറ്റൊരാളെ കൊല്ലാൻ പോകുന്നു എന്ന് നാം ശങ്കിക്കും. ഒരേ ഉദരത്തിൽ നിന്നും പിറന്ന 2 മക്കൾ ശത്രുക്കളെ പോലെ പെരുമാറുന്നത് അത്ഭുതമല്ലേ? സിംഹളക്കാരും തമിഴരും അന്യോന്യം കൊന്നു തുടങ്ങുമെന്ന് പണ്ടൊക്കെ നിങ്ങൾ കരുതിയിരുന്നോ? ഇല്ല മനോമി, ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല നിന്റെ കൂട്ടരും ഞങ്ങളുടെ കൂട്ടരും തമ്മിൽ വീർക്കുമെന്ന്. പക്ഷേ ഇത് കലിയുഗമാണ് മകളെ. കൂടപ്പിറപ്പുകൾ അന്യോന്യം തല്ലി മരിക്കേണ്ട യുഗമാണിത്. ഇതിനാരെയും കുറ്റപ്പെടുത്തിയിട്ട് ഫലമില്ല.
രൂപയുടെ ഭർത്താവ് എന്തുപോലെയുള്ള മനുഷ്യനാണ്? അവർ അന്യോന്യം സ്നേഹിക്കുന്നുണ്ടോ? അവർ അന്യോന്യം സ്നേഹിക്കുന്നു. ശിവനും പാർവതിയും എന്ന പോലെയാണ് അവർ രണ്ടുപേരും. ആ കൊച്ചൻ കോമാളിയാണെന്ന് മാത്രം. സദാസമയവും നാക്കുകൊണ്ട് അപശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. സുന്ദരത്തിന് എൻ്റെ വരവ് തീരെ ഇഷ്ടപ്പെട്ടിരിക്കയില്ല. സത്യം പറയൂ രാജമ്മ, അയാൾ അതും പറഞ്ഞ് അമ്മാമനുമായി കലഹിച്ചുവോ? കലഹം ഉണ്ടായി. കലഹം ഒടുവിൽ തീരുകയും ചെയ്തു. നിന്നെ ഉപരിപഠനത്തിനായി ഷീമയിലേക്ക് അയക്കാൻ സുന്ദരം അയ്യാവിനെ ഉപദേശിച്ചു. അയാൾക്കും വിരോധമുണ്ടാവാൻ കാരണമുണ്ട്. ഒളിവിൽ പോകുന്ന പുലികൾ കൂടി അയാളുടെ മിത്രങ്ങളാണ്. അവർക്കു വേണ്ടി പണം പിരിക്കുന്നത് സുന്ദരമാണ്. റേഡിയോ വഴി സന്ദേശങ്ങൾ സുന്ദരത്തിന് തുരുതുര ലഭിച്ചുകൊണ്ടിരിക്കും ജാഫ്നയിൽ നിന്ന്. രാജമ്മയുടെ അഭിപ്രായം എന്താണ്? പുലികളാണോ ദുഷ്ടന്മാർ, അതോ സിംഹളക്കാരോ? ദൈവങ്ങളാണ് ദുഷ്ടന്മാരായി തീർന്നിരിക്കുന്നത്. ഞാൻ കിടക്കയിൽ കിടന്ന് ചിരിച്ചു. എൻ്റെ മകളെ, ഇനി ഈ സംഭാഷണത്തെപ്പറ്റി മറ്റാരോടും പറയരുത്. ഒരിക്കലുമില്ല. രാജമ്മ പോയി കഴിഞ്ഞിട്ടും എനിക്ക് ഉറക്കം വന്നില്ല. എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു ശയാഗ്രഹം ഉണ്ടായിട്ടും ഞാൻ തികച്ചും നിദ്രാഹീനയായി മലർന്നു കിടന്നു. പുറത്തുനിന്ന് വീശിയ കാറ്റിൽ പാരിജാതത്തിൻ്റെയും ചമ്പകത്തിൻ്റെയും സുഗന്ധങ്ങൾ മുറിക്കകത്തെത്തി. അർദ്ധരാത്രിയോ മറ്റോ ഞാൻ ഒരു ഞരക്കം കേട്ട് ഉറക്കമുണർന്നു. എൻ്റെ സ്വപ്നത്തിൽ നിന്ന് ഒലിച്ചു വീണ ഒരു രോദനമായിരിക്കാം അതെന്ന് ആദ്യ നിമിഷത്തിൽ ഞാൻ വിചാരിച്ചു. അത് വേദന അനുഭവിക്കുന്ന ഒരു മൃഗത്തിൻ്റെ ഞരക്കമായിരുന്നു. അമ്മാവന് നായയുണ്ടോ? കിടന്ന് ഞരങ്ങുന്ന ഒരു മനുഷ്യരൂപം ഞാൻ കണ്ടു. അയാളിൽ നിന്ന് വ്രണങ്ങൾ പഴുത്തൊലിച്ച മണം എൻ്റെ നാസാരന്ധ്രങ്ങളിൽ തുളച്ചു കയറി. കരയരുത്, ഞാൻ വേദന മാറ്റിത്തരാം, ഞാൻ അയാളോട് മന്ത്രിച്ചു. പിന്നീട് അയാളുടെ മുറിവുകൾ കഴുകി തുടച്ച് അതിൽ ബോറിക് പൗഡർ പൂശിയതിനു ശേഷം ഞാൻ ഫ്ലാസ്ക് തുറന്ന് ഓവൽ ടീൻ അയാളുടെ വായിൽ ഒഴിച്ചു കൊടുത്തു. നിങ്ങളുടെ പേരെന്താണ്? ഞാൻ ചോദിച്ചു. ഞാൻ തിരുച്ചെൽവമാണ്, അയാൾ പറഞ്ഞു. അപ്പോഴും അയാൾ കണ്ണുകൾ തുറക്കുകയോ എന്നെ നോക്കുകയോ ഉണ്ടായില്ല. കടയോ ശവമായോ തിരുച്ചെൽവത്തിനെ ശ്രീലങ്കയിലെ പോലീസുകാർക്ക് ഏൽപ്പിക്കുക. 30 വയസ്സ് തികയാത്തൊരു യുവാവ്, ഭാവിയെ ഉരസിൽ കൊണ്ടു നടക്കുന്ന പുരുഷൻ, ഭാവിയുടെ പിതാവ്. കണ്ണുകൾ തുറക്കുമ്പോൾ അയാൾ എന്നെ ശ്രീലങ്കക്കാരിയായി കാണുമോ എന്ന് ഞാൻ ഭയന്നു. മരിക്കാൻ എനിക്ക് ഭയമുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ കാരണം മറ്റൊരാൾ ലജ്ജിക്കേണ്ടി വരരുത്. അതെന്തോ എനിക്ക് തൃപ്തികരമായി തോന്നിയില്ല. എത്ര ദിവസമായി ഇവിടെ കിടന്നു തുടങ്ങിയിട്ട്? ഞാൻ അയാളോട് ചോദിച്ചു. ഇന്നലെ രാത്രി ഞാൻ തിരുവനന്തപുരം വഴി വന്നതാണ്, അയാൾ പറഞ്ഞു. 18 എന്താണ് കണ്ണു തുറക്കാത്തത്? തുറക്കാൻ വയ്യ. കലശലായ വേദന എൻ്റെ കണ്ണുകളിലും അവർ മുറിവേൽപ്പിച്ചിരിക്കുന്നു. ആര്? ശ്രീലങ്കൻ നാവികസേന. ഞങ്ങൾ വരുന്ന ബോട്ട് അവർ ബോംബിട്ടു തകർത്തു. സിംഹളക്കാരെ നിങ്ങൾ വെറുക്കുന്നുവോ? അതെ, അവരെല്ലാവരും മരിച്ചു കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അയാളുടെ കൈകാലുകൾ പുതപ്പിച്ചപ്പോൾ എൻ്റെ കൈകൾ വിറച്ചു. ആ തട്ടിൻപുറത്തും ബുദ്ധമത സന്യാസികളുടെ മന്ത്രോച്ചാരണം കേൾക്കുന്നത് പോലെ വീണ്ടും എനിക്ക് തോന്നി. ഞാൻ ധൃതിയിൽ എൻ്റെ കിടപ്പറയിലേക്ക് മടങ്ങി. കട്ടിലിൽ മലർന്നു കിടന്ന ആശുപത്രിയിൽ കിടക്കുക. എല്ലാ ടെസ്റ്റുകളും നടത്തി താങ്കളുടെ രോഗം എന്താണെന്ന് ഞങ്ങൾ ഡോക്ടർമാർ കണ്ടുപിടിക്കട്ടെ. രോഗത്തെക്കാൾ രോഗനിർണയത്തെ ഞാൻ ഭയപ്പെടുന്നു. നിങ്ങളെപ്പോലെ ലോകപരിചയവും ബുദ്ധിശക്തിയും ഉള്ള ഒരാൾ ആശുപത്രിയിൽ കിടക്കുവാൻ വൈമനസ്യം കാണിക്കുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ മക്കളെ പഠിപ്പിച്ചു നല്ല നിലയിലെത്തിക്കുകയും ചെയ്തു. നിങ്ങൾ സകല കടമകളും ഭംഗിയായി നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി മരണത്തെ കൂടി നിങ്ങൾക്ക് പേടിക്കേണ്ടതില്ല. ഒരൊറ്റ കടമ ബാക്കിയുണ്ട്. എൻ്റെ പഴയ സ്നേഹിതനായ ടെനക്കോണിൻ്റെ പുത്രിയെ അനുരൂപനായ ഒരു യുവാവിന് വിവാഹം ചെയ്തു കൊടുക്കുക. അവൾ സനാഥയാവുന്നതുവരെ ഞാൻ ജീവിതത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കും. നിങ്ങൾക്ക് ഗൗരവമായ യാതൊരു രോഗവും മനോമി വന്നെത്തുന്നതുവരെ ഞങ്ങൾ ആരും കലഹിച്ചിരുന്നില്ല. അവളുടെ കുഴഞ്ഞാട്ടമാണ് പുരുഷന്മാരെ കലഹിപ്പിക്കുന്നത്. മനോമി ഒരു കുഴഞ്ഞാട്ടക്കാരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ബുദ്ധമത സംഹിതകളിൽ അഗാധമായ പരിജ്ഞാനം ലഭിച്ച ഒരു പെൺകുട്ടി ഒരിക്കലും ചാപല്യങ്ങൾ കാണിക്കയില്ല. നിങ്ങൾ അവളെ തെറ്റിദ്ധരിക്കുകയാണ്. നിങ്ങളെല്ലാവരും കൂടി അവൾക്കെതിരെ ഒരു ഗൂഢാലോചന നടത്തുന്നുണ്ടെന്ന് കൂടി ഞാൻ ബലമായി സംശയിക്കുന്നു. മാമാ, നിങ്ങളെയും അവൾ വശീകരിച്ചു കഴിഞ്ഞു. അവളെപ്പറ്റി കുറ്റം പറഞ്ഞാൽ ഉടനെ നിങ്ങൾ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നു, വിയർത്തൊഴുകുന്നു. ആ സംബന്ധം പറയാതിരിക്കും മൂർത്തി. എൻ്റെ വയസ്സിനെയെങ്കിലും മാനിച്ച് എന്നെ അപമാനിക്കാതിരിക്കുക. മനോമി നിഷ്കളങ്കയാണ്, അവർ പറഞ്ഞു. അവൾ തനി തങ്കമാണ്. അവളെ ശല്യപ്പെടുത്തുകയാണ് ഈ വങ്കന്മാർ 3 പേരും.
എൻ്റെ മക്കളെയും മരുമക്കളെയും നിങ്ങൾ വങ്കന്മാരെന്നാണോ വിളിക്കുന്നത്? ഞാൻ ചോദിച്ചു. വങ്കത്തം കാട്ടുമ്പോൾ ഞാൻ അവരെ എന്തു വിളിക്കും? ഇന്നലെ രാവിലെ മനോമിയുടെ കാലിൽ മേശയ്ക്ക് ചുവട്ടിൽ വെച്ച് 2-3 തവണ മൂർത്തി ചവിട്ടുന്നത് കണ്ടു. ഒടുവിൽ സഹികെട്ട് അവൾ ഭക്ഷണം കഴിക്കാതെ തന്നെ എഴുന്നേറ്റ് പോയി. കഴിഞ്ഞ വെള്ളിയാഴ്ച കോണിച്ചുവട്ടിൽ വെച്ച് പ്രകാശം അവളെ പെട്ടെന്ന് ആശ്ലേഷിച്ചു, വികാരത്തോടെ ചുംബിച്ചു. അവൾ അയാളെ തട്ടി നീക്കി മുകളിലേക്ക് ഓടി. പിന്നീട് കരഞ്ഞു തുടുത്ത കണ്ണുകളുമായാണ് അവൾ ഭക്ഷണമുറിയിലേക്ക് വന്നത്. അവളെ ഇവിടെ സ്വൈര്യമായി ജീവിക്കുവാൻ അവർ അനുവദിക്കുകയില്ല. ഇതെല്ലാം കേൾക്കുമ്പോൾ എൻ്റെ നെഞ്ചുരുകുന്നു. ഞാൻ അവളെ ഇങ്ങോട്ട് വരുത്തേണ്ടിയിരുന്നില്ല. അവളെ അപമാനിതയാക്കാൻ ഞാൻ ഈ വീട്ടിൽ വരുത്തേണ്ടിയിരുന്നില്ല. സുന്ദരമോ? പറയൂ രാജമ്മ, അയാളും അവളെ ശല്യപ്പെടുത്തുന്നുണ്ടോ? സുന്ദരം ഒരു രാത്രിയിൽ അവളുടെ മുറിവാതിൽക്കൽ ഉറക്കെ തട്ടിക്കൊണ്ടിരുന്നു. മുറിയിൽ നിന്ന് യാതൊരു അനക്കവും ഉണ്ടായില്ല. ഞാൻ സുന്ദരത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ പോയി ഉറങ്ങൂ തള്ളേ, എൻ്റെയും മനോമയുടെയും കാര്യത്തിൽ നിങ്ങൾ ഇടപെടേണ്ട എന്ന്. അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് അവിവാഹിതയായ ഒരു പെൺകുട്ടിയുടെ മുറിയിൽ പ്രവേശിക്കുവാൻ ശ്രമിക്കുന്ന ഒരു പുരുഷനെ ആ ഉദ്യമത്തിൽ നിന്ന് പിന്മാറ്റുന്നത് തീർച്ചയായും എൻ്റെ കാര്യമാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. അപ്പോഴാണ് സുന്ദരം തോൽവി സമ്മതിച്ച് തൻ്റെ മുറിയിലേക്ക് മടങ്ങിയത്. പറയൂ രാജമ്മ, ഞാൻ ഇനി എന്ത് ചെയ്യണം? എൻ്റെ മക്കൾ ദുർജനങ്ങളായി മാറിയല്ലോ. മനോമിയെ വിവാഹം ചെയ്ത് മദ്രാസിൽ നിന്ന് പുറത്തേക്ക് അയക്കുക. സുന്ദരം അവളെ